ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. രാജ്യവ്യാപകമായുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളമടക്കമുള്ള 12 സംസ്ഥാനങ്ങൾ SIR നടപ്പാക്കുമെന്ന് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്നു മുതൽ കേരളമടക്കമുള്ള 12 സംസ്ഥാനങ്ങളിൽ ഇതിനുള്ള നടപടികൾ ആരംഭിക്കും. ആദ്യഘട്ടം ബീഹാറിൽ നടപ്പാക്കിയിരുന്നു. ഗോവ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, കേരളം, ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ലക്ഷദ്വീപ്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലായിരിക്കും രണ്ടാം ഘട്ടത്തിൽ SIR നടപ്പിലാക്കുക. SIR നടക്കുന്ന ഇടങ്ങളിൽ വോട്ടർ പട്ടിക ഇന്നലെ മുതൽ മരവിപ്പിച്ചു. ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കും. ഡിസംബർ 8-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. 2026 ജനുവരി 8 വരെ പരാതി സ്വീകരിക്കും. തുടർന്ന് ജനുവരി 31-ന് പരാതിയുമായി ബന്ധപ്പെട്ട വിശദീകരണം കേൾക്കും. അന്തിമ വോട്ടർ പട്ടിക 2026 ഫെബ്രുവരി 7-ന് പ്രസിദ്ധീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വാർത്തകൾ വിശദമായി. SIR-നെതിരെ പൊരുതുമെന്നും വിഷയത്തിൽ ഞായറാഴ്ച സർവകക്ഷി യോഗം ചേരുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തമിഴ്നാട്ടിലെ വോട്ടർമാരുടെ അവകാശം അട്ടിമറിക്കാനുള്ള ദുരൂഹ നീക്കമാണ് കേന്ദ്രവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതെന്നും മഴക്കാലത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംശയകരമാണെന്നും യോഗം വിലയിരുത്തി. അതേസമയം വോട്ടർ പട്ടിക പരിഷ്കരണത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ AIADMK പിന്തുണച്ചു. ജനാധിപത്യപരമായി നടപ്പാക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാനുള്ള രഹസ്യ അജണ്ടയാണ് SIR-ലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സുഗമമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ BJP വിജയിക്കില്ലെന്ന് ഉറപ്പായ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്താൻ കളമൊരുക്കുന്ന അജണ്ടയാണെന്ന് KC ആരോപിച്ചു. രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച പോലും നടത്താതെ ഏകപക്ഷീയമായി SIR നടപ്പാക്കുന്നതിന് പിന്നിൽ ആരുടെ താൽപ്പര്യം സംരക്ഷിക്കാനാണെന്നും KC വേണുഗോപാൽ ചോദിച്ചു. ധൃതി പിടിച്ച് കേരളത്തിലെ SIR നടത്താനുള്ള തീരുമാനം ദുരുദ്ദേശപരമാണെന്ന് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഒരു ചർച്ച പോലും നടത്താതെ ഏകപക്ഷീയമാണ് ഈ തീരുമാനം എടുത്തത്. ഇത് തിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം. ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് രേഖപ്പെടുത്തുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. SIR നടപ്പാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ജനാധിപത്യ വിരുദ്ധമെന്ന് LDF തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധിക്കണമെന്നും LDF ആഹ്വാനം ചെയ്തു. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. PM ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും അനുനയമായില്ല. CPI മന്ത്രിമാർ മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും റിപ്പോർട്ടുകൾ. പദ്ധതിയുമായി ബന്ധപ്പെട്ട് എതിർപ്പ് കടുപ്പിച്ച് സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടനകൾ UDSF സംസ്ഥാനത്ത് നാളെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടതിന് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നു വരുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ചർച്ചയുടെ വിശദവിവരങ്ങൾ പുറത്ത്. വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് പ്രധാനമാണെന്ന് ബിനോയ് വിശ്വത്തെ മുഖ്യമന്ത്രി അറിയിച്ചെന്നാണ് വിവരങ്ങൾ. അതേസമയം ഫണ്ടിനേക്കാൾ പ്രധാനം നയമെന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ നിലപാട്. PM ശ്രീയുടെ ഭാഗമാണ് NEP എന്നും ദേശീയ തലത്തിൽ തന്നെ CPI നിലപാട് എടുത്തു കഴിഞ്ഞാണെന്നും പിന്നോട്ട് പോകാനാകില്ലെന്നും ബിനോയ് വിശ്വം അറിയിച്ചോടെയാണ് വിവരങ്ങൾ. ദേശീയ വിദ്യാഭ്യാസ നയത്തോട് യോജിക്കാനാവില്ലെന്നും നയം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആപത്താണെന്നും CPI ജനറൽ സെക്രട്ടറി D രാജയും വ്യക്തമാക്കി. CPIയെ പരോക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി നടപ്പാക്കുന്നതിനാണ് സർക്കാരെന്നും മുടക്കുന്നവരുടെ കൂടെയല്ല എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൂടി പങ്കെടുത്ത പുന്നപ്ര വയലാർ വാർഷിക ദിനാചരണ വേളയിലെ പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. പുന്നപ്ര വയലാർ സമര സേനാനിയായിരുന്ന VS വേർപിരിഞ്ഞ അവസരമാണിതെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഉപയോഗിച്ചതിൽ പ്രതിഷേധിച്ച് KSU MSF പ്രവർത്തകർ സെക്രട്ടറിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. KSU പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് തള്ളിമാറ്റി മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് നിരവധി പ്രാവശ്യം ജലപീരങ്കി പ്രയോഗിച്ചു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. തൃശ്ശൂർ ജില്ലയിൽ കനത്ത മഴ തുടർന്ന സാഹചര്യത്തിൽ ഇന്ന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കുന്നില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ജില്ലാ ശാസ്ത്രമേളകൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങൾക്കും തൃശ്ശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പുനഃസംഘടനാ തർക്കങ്ങൾക്കിടെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ അടിയന്തരമായി ദില്ലിക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ്. പ്രതിപക്ഷ നേതാവ് KPC പ്രസിഡന്റ്, മുൻ KPC പ്രസിഡന്റുമാർ, പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവരെയാണ് ദില്ലിക്ക് വിളിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പ് ചർച്ചയാകും. ഇന്ന് രാവിലെ 11 മണിയോടെ രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുക്കുന്ന യോഗം ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ.
അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയെയും ദേശീയപാത 66നെയും ബന്ധിപ്പിക്കുന്ന അമ്പലപ്പുഴയിലുള്ള തോട്ടപ്പള്ളി നാലിച്ചിറ പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂവായ തൃശ്ശൂരിലെ സുവോളജിക്കൽ പാർക്ക് ഇന്ന് വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. 8 നാൾ നീണ്ട കായികകാലത്തിൻ്റെ കൗമാരക്കുതിപ്പിന് ഇന്ന് പരിസമാപ്തി. വൈകിട്ട് 4-ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് സമാപന ചടങ്ങ് നടക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് മുഖ്യാതിഥി. കാസർഗോഡ് അനന്തപുരത്ത് പ്ലൈവുഡ് കമ്പനിയിൽ പൊട്ടിത്തെറി. ബോയിലർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഉഗ്രശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. ഇടുക്കി അടിമാലിയിലെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഉൾപ്പെടെ പ്രത്യേക സംഘം പരിശോധന നടത്തി. മണ്ണിടിച്ചിലിന് കാരണം അശാസ്ത്രീയമായ മണ്ണെടുപ്പ് എന്ന പരാതി ഉയർന്നതിനെ തുടർന്നായിരുന്നു പരിശോധന. 2 ദിവസങ്ങളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും. അടിമാലിയിൽ ഇടവിട്ട് മഴ തുടരുകയാണ്. അടിമാലി ലക്ഷം വീട് ഉന്നതിയിൽ മണ്ണിടിഞ്ഞ് ഒരാൾ മരിക്കാനിടയായ സാഹചര്യത്തിലാണ് കാരണം കണ്ടെത്താനുള്ള ഈ പരിശോധന. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണം പുറത്ത്. സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന ഇടനിലക്കാരൻ കൽപേഷിൻ്റെ പ്രതികരണമാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്മാർട്ട് കെയർസിൽ നിന്ന് പാക്കറ്റ് വാങ്ങി നൽകിയെന്ന് കൽപേഷ് പ്രതികരിച്ചു. പാക്കറ്റ് ബെല്ലാരിയിൽ നിന്ന് ഗോവർദ്ധന് എത്തിച്ചു നൽകിയെന്നും കൽപേഷ് പറഞ്ഞു. ചെന്നൈയിലെ സ്വർണ്ണക്കടയിലെ ജീവനക്കാരനാണ് കൽപേഷ്. SIT ഇതുവരെ തന്നെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും കൽപേഷ് കൂട്ടിച്ചേർത്തു. പാശ്ചാത്യ ജീവിതശൈലികളിലേക്കുള്ള മാറ്റം അലർജി രോഗങ്ങൾ അപകടകരമായ രീതിയിൽ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ. അർജന്റീനയുടെ മത്സരം നടന്നാലും ഇല്ലെങ്കിലും കലൂർ സ്റ്റേഡിയം കരാർ തീയതിക്കുള്ളിൽ നവീകരിച്ച് വിട്ടു നൽകുമെന്ന് സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ. ലൈംഗികാതിക്രമം നടത്തിയെന്ന ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധാനം രഞ്ജിത്തിനെതിരെ കേസ് ഹൈക്കോടതി റദ്ദാക്കി. 2009 നടന്നുവെന്ന് പറഞ്ഞ സംഭവത്തിൽ 15 ശേഷമാണ് കേസെടുത്തതെന്ന് കാരണം പറഞ്ഞാണ് കേസ് റദ്ദാക്കിയത്. ഭക്ഷ്യേതര മേഖലയിൽ നിന്നായി 10 പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി കേരള ബ്രാൻഡ് പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയായി കോളറ. എറണാകുളം കാക്കനാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ കോളറ സ്ഥിരീകരിച്ചത് 3 പേർക്കാണ്. 3ാമത്തെ കേസാണ് എറണാകുളത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോളറയെ ബാധയായ തുടർന്ന് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വത്തിനു വേണ്ടി അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് വേങ്ങരി സ്വദേശി കൊടക്കാട് വീട്ടിൽ സലിൽകുമാറിനെയാണ് ചേവായൂർ പോലീസ് പിടികൂടിയത്. 76 വയസ്സുള്ള അമ്മയെയും വീട് സ്ഥലവും ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് തുകയ്ക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ആക്രമിച്ചുവെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്താനുള്ള സമ്മർദ്ദം മൂലമാണ് കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിലെ LD ക്ലർക്കായ അജീഷ് ആത്മഹത്യയെന്ന ആരോപണവുമായി UDF ഇടത് കൗൺസിലർമാരാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്നും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതായും കൊടുവള്ളി നഗരസഭ ചെയർപേഴ്സൺ വെള്ളറ അബ്ദു പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ മോന്താ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതോടെ വിവിധ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത. ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും തെക്കൻ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിൽ ചെന്നൈ അടക്കം വടക്കൻ ജില്ലകളിൽ കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പുകൾ. ഈ സാഹചര്യത്തിൽ ആന്ധ്രയിലും ഒഡീഷയിലും തമിഴ്നാട്ടിലെയും തീരദേശ ജില്ലകൾ സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചു. എറണാകുളം വടക്കൻ പറവൂരിൽ ഭാര്യയെ മദ്യപാനിയായ ഭർത്താവ് തല്ലിക്കൊന്നു. പറവൂർ വെടിമറ സ്വദേശി കോമളമാണ് കൊല്ലപ്പെട്ടത്. കരൂരിൽ തമിഴക വെട്ടറക്കഴകം പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ നടനും പാർട്ടി അധ്യക്ഷനുമായ വിജയ് നേരിട്ടെത്തി കണ്ടു. ചെന്നൈക്ക് അടുത്തുള്ള മഹാബലിപുരത്തെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. 37 കുടുംബങ്ങളാണ് മഹാബലിപുരത്തേക്ക് എത്തിയിരുന്നത്. ദുരന്തത്തിന് ശേഷം ആദ്യമായാണ് വിജയ് ദുരിതബാധിതരുടെ കുടുംബങ്ങളെ നേരിട്ട് കാണുന്നത്. UP വീണ്ടും പേരുമാറ്റവുമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ലഖിംപൂർ ഖേരി ജില്ലയിലെ മുസ്തഫാബാദ് ഗ്രാമത്തിൻ്റെ പേര് കബീർ ധാം എന്ന പുനഃനാമകരണം ചെയ്യാനുള്ള നിർദ്ദേശമാണ് കൊണ്ടുവരുമെന്നാണ് പ്രഖ്യാപനം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.